വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അരിമുറുക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഇടിയപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, 1/2 ടീസ്പൂൺ എള്ള്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചെടുത്തിട്ട് മാവ് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോവാതെ നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ മാവിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അച്ചിലിട്ടിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഞാനിപ്പോ ഇടിയപ്പത്തിന്റെ അച്ചിലുള്ള ഇതുപോലുള്ള സ്റ്റാറിന്റെ അച്ചാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ മാവിനെ അച്ചിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. മാവ് മുറിഞ്ഞു പോവാതെ കിട്ടുന്നുണ്ടോ നോക്കണം. ഇങ്ങനെ ആവുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ മുറുക്ക് ശരിയായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിനെ ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് വാഴന്റെ ഇലയോ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പ്ലേറ്റിന്റെ മുകളിലോ ഒക്കെ വെച്ചിട്ട് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് എവിടെയാണ് ചുറ്റിച്ചെടുക്കണേ അവിടെ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ചുറ്റിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ ചുറ്റിച്ചെടുത്ത മാവിനെ പതുക്കെ നമ്മൾ തവിയിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാല് എണ്ണ ആദ്യം നന്നായിട്ട് ചൂടാക്കുക. ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് സമയമെടുത്ത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഈ മുറുക്കിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നാലേ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പമാണ്, വളരെ ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പലരും കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ ഓൾ എന്ന 1ാമത്തെ ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.